ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കുമുള്ള ഒരാഗ്രഹമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എത്രയും പെട്ടെന്ന് ഒരു ഫലം ലഭിക്കണം എന്നുള്ളത്. കാരണം ഇന്നത്തെ ലോകത്തിലെ മനുഷ്യനെല്ലാം തന്നെ വേഗത്തിൽ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം ഒരാവശ്യം, നമുക്ക് ഒരു പണത്തിനൊരാവശ്യമുണ്ട്. നമുക്ക് ആ ആവശ്യം സാധിക്കാനായിട്ട് ആ സമയത്ത് തന്നെ പണം ലഭിക്കണം. അതല്ലാതെ കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്കത് ലഭിച്ചതുകൊണ്ട് നമുക്ക് വലിയ ഫലമുണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും തന്നെ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ലഭിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് അതുകൊണ്ടൊരു പ്രയോജനം? അതുകൊണ്ട് തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കണം, പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഫലം ലഭിക്കണം എന്നുള്ളതാണ് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം. അതിൽ തെറ്റില്ല. കാരണം ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ ചിലപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിലൊന്നും നമുക്ക് സാധിക്കണമെന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും തന്നെ പരിഹാരങ്ങൾ നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പുരാണങ്ങളിൽ ഭഗവതിയെ പ്രാർത്ഥിക്കാനാണ് പറയുന്നത്, പെട്ടെന്ന് നമ്മുടെ ആവശ്യങ്ങൾ ലഭിക്കുന്നതിനായിട്ട്. ഭഗവതിയെ നിരന്തരം ഉപാസിച്ചു കഴിഞ്ഞാൽ ലൗകിക ജീവികളായ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ ഭഗവതി സാധിച്ചു തരും എന്ന് പറയുന്നുണ്ട്. പരാശക്തിക്ക് വിവിധ രൂപങ്ങളുണ്ട്. നമ്മൾ ഓരോ രൂപത്തിലാണ് പരാശക്തിയെ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ലളിതാ സഹസ്രനാമം നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേവിയുടെ വിവിധ രൂപങ്ങൾ ലളിതാ സഹസ്രനാമത്തിൽ വരുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ദേവിയെ പ്രാർത്ഥിക്കേണ്ടുന്നതായിട്ടില്ല. അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് നമ്മൾ മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പക്ഷേ ലളിതാ സഹസ്രനാമത്തിനെ പറ്റിയിട്ടല്ല പറയുന്നത്, മഹാദേവിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നാമത്തെ പറ്റിയിട്ടാണ്. ഈ നാമം ഒരു പ്രത്യേക സാധനയോടുകൂടി നിങ്ങൾ നിരന്തരം കുറച്ച് കാലം ഒന്ന് ജപിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥനയോടുകൂടി മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി ഒരു തപസ്സായി ഞാൻ ഈ പറയുന്ന നാമം ജപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു ഫലം ലഭിക്കുമെന്നും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്നൊരു ഫലം ലഭിക്കുമെന്നുമൊക്കെയാണ് ആചാര്യന്മാർ പറയുന്നത്. സത്യമാണ്. കൂടുതൽ വേഗത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതായിട്ട് എനിക്കും അനുഭവയോഗ്യമായി വന്നിട്ടുണ്ട്. ഈ നാമം ജപിച്ചു തുടങ്ങുമ്പോൾ നമ്മൾക്ക് തടസ്സങ്ങളായി നിന്നിരുന്ന പല കാര്യങ്ങളും ഒഴിഞ്ഞു പോകുന്നതായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് ഒരു വഴി തുറന്നു വരുന്നതായിട്ടുമൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോടും കൂടി ഈ നാമം ഒന്ന് പറയാമെന്ന് വിചാരിച്ചത്. ഭക്തി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കർമ്മത്തിൽ നിന്നാണ് ഭക്തി ഉണ്ടാകുന്നത്. ഭക്തിയിൽ നിന്നും എന്തുണ്ടാകുന്നു? ജ്ഞാനമുണ്ടാകുന്നു. ജ്ഞാനത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? മുക്തി ഉണ്ടാകുന്നു. നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മളുടെ ഒരാവശ്യം ഭഗവതിയോട് പറഞ്ഞുകൊണ്ട്, ഇത് എനിക്ക് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട്, അമ്മ മഹാമായ എനിക്കിത് സാധിച്ചു തരണം എന്ന് ഭഗവതിയോട് അപേക്ഷിച്ചുകൊണ്ട് ഭഗവതി എനിക്കത് സാധിച്ചു തരുമെന്ന് ഉത്തമ വിശ്വാസത്തോടു കൂടി ഞാൻ ഈ പറയുന്ന നാമം നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു, വടക്കോട്ട് തിരിഞ്ഞിരുന്നു, നിലവിളക്ക് തെളിയിച്ച് 5 തിരിയിട്ട നിലവിളക്ക് തെളിയിച്ച് അതിരാവിലെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. ഈ നാമം ജപിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ഓം ഹ്രീം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ ഈ പറയുന്ന നാമം ജപിക്കുന്നതിന് മുമ്പ് 108 തവണ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന നാമം നിങ്ങൾക്ക് 108 തവണ ഏറ്റവും കുറഞ്ഞത് ജപിക്കണം. അതല്ലെങ്കിൽ 1008 തവണ, 10008 തവണ, എത്ര തവണ നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുന്നുണ്ടോ അത്രയും സമയം, അത്രയും തവണ നിങ്ങൾക്ക് ജപിക്കാം. ഏറ്റവും കുറഞ്ഞത് 108 തവണ ജപിക്കണം. അതായത് പഞ്ചാക്ഷരി മന്ത്രവും 108 തവണ ജപിക്കണം. ഞാൻ ഈ പറയുന്ന നാമവും 108 തവണ ജപിക്കണം. വളരെ വളരെ ഉത്തമമായ ഫലസിദ്ധിയുള്ള ഒരു നാമമാണെന്നാണ് ആചാര്യന്മാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ്
ഞാൻ ഈ വിധം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അതിന് വളരെയധികം ഫലം നൽകുകയും എന്നെ സംബന്ധിച്ചിടത്തോളം പല പല തടസ്സങ്ങളിൽ നിന്നിരുന്ന പല കാര്യങ്ങളും ആ തടസ്സങ്ങളിൽ ഒക്കെ ഒഴിഞ്ഞു പോയിട്ട് മുമ്പോട്ട് പോകാനുള്ള ചില മാർഗങ്ങളും വഴികളുമൊക്കെ തുറന്നു തരികയും ചെയ്ത എനിക്ക് അങ്ങേയറ്റം പ്രയോജനം ലഭിച്ച ഒരു നാമമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഭക്തിയോടുകൂടി നിങ്ങൾ ഭഗവതിയെ ഈ വിധം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഫലം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് അതിരാവിലെ ജപിക്കണം. അതുപോലെ തന്നെ പീരീഡ്സ് ഉള്ള സമയങ്ങളിൽ പുലയും ബാലായ്മയും ഒക്കെ ഉള്ള സമയങ്ങളിലൊന്നും തന്നെ വിളക്ക് തെളിയിച്ച് ജപിക്കരുത്. നിങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട്, അതായത് പീരീഡ്സ് ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ആ സമയം നോക്കിയിട്ട് നിങ്ങൾ അടുത്ത പീരീഡ്സ് വരെ അടുപ്പിച്ച് ജപിച്ചു കൊള്ളുക. ജപിക്കുന്നതിന് മുമ്പായിട്ട് വിളക്ക് തെളിയിക്കണം. 5 തിരിയിട്ട് വിളക്ക് തെളിയിക്കണം. ഭഗവതിയുടെ ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ട് അതിൽ മാലയൊക്കെ ചാർത്തി അല്ലെങ്കിൽ പൂക്കളൊക്കെ ഭഗവതിക്ക് സമർപ്പിച്ച് ചന്ദനവും സിന്ദൂരവും കൊണ്ട് പൊട്ടൊക്കെ സമർപ്പിച്ച് ഭഗവതിക്ക് പ്രസാദം സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു വാഴപ്പഴമെങ്കിലും നിങ്ങൾക്ക് ഭഗവതിയുടെ തിരുമുമ്പിൽ വെക്കാം. അതല്ലെങ്കിൽ പായസം ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അതിരാവിലെ ജപിക്കുമ്പോൾ നിങ്ങൾക്ക് പായസമൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരു വാഴപ്പഴം ഭഗവതിക്ക് സമർപ്പിച്ചാൽ മതി. ഒരു കിണ്ടിയിൽ അല്പം ജലമെടുക്കുക, പൂക്കൾ സമർപ്പിക്കുക. ചുവന്ന പൂക്കൾ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അങ്ങനെ പൂക്കളൊക്കെ സമർപ്പിച്ച് പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിച്ച് അതിനുശേഷം ഞാൻ ഈ പറയുന്ന നാമം 108 1008 തവണ നിങ്ങൾക്ക് ജപിക്കാം. അങ്ങനെ ജപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമസ്കരിക്കണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഭഗവതിയോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക, നമസ്കരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ നാമം കേട്ടുകൊള്ളുക. ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഈ നാമമാണ് നിങ്ങൾ ജപിക്കേണ്ടുന്നത്. ആദ്യം ഓം ഹ്രീം നമ ശിവായ, അത് 108 തവണ ജപിക്കുക. അതിനുശേഷം ഈ നാമം ജപിക്കുക. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തോ സ്വസ്തി സ്മൃതാ മതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യദുഃഖഭയഹാരിണി കാ ത്വദന്യ സർവോപകാരകരണായ സദാർത്ഥചിത്ത. ദുർഗാസപ്തശ്ലോകിയിലെ ഈ ഭാഗം അങ്ങേയറ്റം ഫലപ്രദമായ ഭഗവതിയുടെ ഒരു നാമമാണ്. ഈ നാമം എത്ര തവണ ജപിക്കാമോ അത്രത്തോളം തവണ ജപിക്കുക. അതിരാവിലെ ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം ഉത്തമം. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ സന്ധ്യയ്ക്ക് ജപിച്ചാലും മതി. പക്ഷേ ഏറ്റവും ഉത്തമം അതിരാവിലെയുള്ള പ്രാർത്ഥനയ്ക്കാണ്. അതായത് ഒരു 3:45 4 മണി 4:30 സമയം, അതായത് ഒരു 6 മണിക്ക് മുമ്പ് നിങ്ങൾ ജപിച്ച് തീർത്ത് കഴിഞ്ഞാൽ അങ്ങേയറ്റം ഫലസിദ്ധിയാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക. നാമജപം കൊണ്ട് നമുക്ക് ഗുണം മാത്രമേ ഉണ്ടാകൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുക. എല്ലാവരും നാമജപം ശീലമാക്കുക. ഹരേ കൃഷ്ണ.